ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥയുടെ പ്രധാന വിഷയങ്ങൾ താഴെ പറയുന്നതാണ്. ഓരോന്നും ഭക്തിയുടെ മഹത്വവും ആത്മവിശ്വാസത്തിന്റെ ശക്തിയും നമ്മെ പഠിപ്പിക്കുന്നവയാണ്. വിശപ്പിനെയും പരീക്ഷയെയും ജയിച്ച ശിവദാസൻ. ഗുരുഭക്തിയിൽ അമരനായ മേൽപ്പത്തൂർ. ഹൃദയഭക്തിയിൽ വിജയിച്ച പൂന്താനം. ദൈവത്തിനു പ്രിയം വ്യാകരണമോ ഭക്തിയോ? ശിവപുരാണത്തിന്റെ ദിവ്യതത്വങ്ങൾ. നമഃ ശിവായ. ഇനി പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയെപ്പറ്റി മനസ്സിലാക്കാം. പൂന്താനം വലിയ പണ്ഡിതനൊന്നുമായിരുന്നില്ല, പക്ഷേ വലിയ ഗുരുവായൂരപ്പ ഭക്തനായിരുന്നു. അദ്ദേഹം ഗുരുവായൂരപ്പനെക്കുറിച്ച് ഒരു കവിത എഴുതി. ആ പുസ്തകം കണ്ടപ്പോൾ പലരും അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ പുസ്തകത്തിൽ ധാരാളം അക്ഷരത്തെറ്റുകളും വ്യാകരണ തെറ്റുകളും ഉണ്ട്, അതുകൊണ്ട് നല്ല ഒരു പണ്ഡിതനെക്കൊണ്ട് തെറ്റിത്തിരുത്തിക്കണം. ആ കാലത്ത് വ്യാകരണം ശരിയായി നോക്കി തെറ്റില്ലാതെ എഴുതാൻ അറിയുന്നവർ വളരെ കുറവായിരുന്നു. പൂന്താനം കുറേ വയസ്സായ മനുഷ്യനായിരുന്നു. അദ്ദേഹം മേൽപ്പത്തൂരിനെക്കുറിച്ച് ഓർത്തു. അദ്ദേഹം ഗുരുവായൂർ അടുത്താണ് താമസിക്കുന്നത് എന്നറിയാവുന്ന പൂന്താനം താൻ എഴുതിയ കവിതയുമായി മേൽപ്പത്തൂരിനെ പോയി കണ്ടു. മേൽപ്പത്തൂർ ആദ്യം ചോദിച്ചത് കവിത സംസ്കൃതത്തിൽ ആണോ എന്നാണ്. തന്റെ സംസ്കൃത പാണ്ഡിത്യത്തിൽ അല്പം അഹങ്കരിച്ചിരുന്ന മേൽപ്പത്തൂർ മലയാളം ഒരു ഭാഷയല്ലെന്നും അതിൽ വ്യാകരണ പിശകുകൾ മാത്രമാണുള്ളതെന്നും പറഞ്ഞു പൂന്താനത്തെ പരിഹസിച്ചു. മേൽപ്പത്തൂർ സൂചിപ്പിച്ചത്, ഞാൻ താഴ്ന്ന ഭാഷയിലുള്ള ഗ്രന്ഥങ്ങൾ ഒന്നും നോക്കാറില്ല. കാരണം എന്റെ നിലവാരം വളരെ ഉയർന്നതാണെന്നും മലയാളം പോലുള്ള ആർക്കും എഴുതാവുന്ന ഭാഷ നോക്കാനോ തിരുത്താനോ എനിക്ക് സമയമില്ല എന്നാണ് അഹങ്കാരം കൊണ്ട് മറുപടി പറഞ്ഞത്. എന്തായാലും കവിത തരൂ. കവിത നോക്കിയ ശേഷം പറഞ്ഞു, ഇത് മുഴുവൻ തെറ്റാണ്, തിരുത്തിയാലും ഭഗവാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത രൂപത്തിലാണ് ഈ കവിത ഉണ്ടാക്കിയിരിക്കുന്നത് എന്നും. അവനവനെ കൊണ്ട് പറ്റാവുന്നതേ എഴുതാവൂ എന്നു പറഞ്ഞു കളിയാക്കിക്കൊണ്ട് തിരിച്ചു കൊടുത്തു. പൂന്താനത്തിന്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചു. തന്റെ ഭഗവാനു വേണ്ടി ഒരു കവിത പോലും എഴുതാൻ തനിക്ക് സാധിച്ചില്ലല്ലോ എന്നോർത്ത് അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിച്ചു. പിന്നീട് നടന്നത് മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്, എന്നിരുന്നാലും ഞാൻ ഇവിടെ അത് ഉദ്ധരിക്കുന്നു. തന്റെ വരികളിൽ തെറ്റുകളുണ്ടാകാം എന്നറിഞ്ഞ പൂന്താനം വല്ലാതെ വിഷമിച്ചു. അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഭഗവാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചു. തന്റെ ഭക്തിയിലാണോ അതോ അറിവിലാണോ കാര്യമെന്ന് അദ്ദേഹം വേദനയോടെ ചിന്തിച്ചു. അന്ന് രാത്രി മേൽപ്പത്തൂരിന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ ഭഗവാൻ തീരുമാനിച്ചു. മേൽപ്പത്തൂർ തന്റെ വിഖ്യാത കൃതിയായ നാരായണീയം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അശരീരി കേട്ടു. മേൽപ്പത്തൂരിന്റെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം പൂന്താനത്തിന്റെ ഭക്തിയാണ്. ഈ വാക്കുകൾ കേട്ട മേൽപ്പത്തൂർ നടുങ്ങിപ്പോയി. അറിവിനേക്കാൾ വലുത് ഭക്തിയാണെന്നും ഭാഷയല്ല ഹൃദയശുദ്ധിയാണ് ഭഗവാൻ നോക്കുന്നതെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഉടൻ തന്നെ അദ്ദേഹം പൂന്താനത്തെ ചെന്ന് കാണുകയും മാപ്പിരയ്ക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ജ്ഞാനപ്പാന വായിക്കുകയും അതിലെ ലാളിത്യത്തെയും ഭക്തിയെയും വാനോളം പുകഴ്ത്തുകയും ചെയ്തു.